ഈ സ്കൂൾ സമയമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതോടൊപ്പം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ കാര്യമായ പരിഷ്കാരങ്ങൾ ഇന്ന് മുതൽ മനസ്സിലാവുകയാണ്. അതിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം ഇന്നു മുതൽ ഒരു പുതിയ പരിഷ്കാരം നടപ്പിലാക്കുകയാണ്. അതിൻ്റെ വിഭവങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്, മെനുവിൽ മാറ്റം വന്നിട്ടുണ്ട്, കുട്ടികൾക്ക് രുചികരമായി കഴിക്കുന്നതിന് വേണ്ടിയുള്ള അവസ്ഥയുണ്ട്. അത് നന്നായി തന്നെ നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. നല്ല തയ്യാറെടുപ്പ് വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾ കുറഞ്ഞ സ്കൂളുകളിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അത് പരിഹാരം കാണുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിലൊന്നും ഒരു സ്ഥലത്ത് ഇതുവരെ ഉച്ചഭക്ഷണം മുടങ്ങിയിട്ടില്ല. അധ്യാപകരുടെ ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട്, എങ്കിലും അവരെല്ലാം അവിടെ സഹകരിച്ച് PTA എല്ലാവരും സഹകരിച്ച് നടത്താറുണ്ട്. ഇത് ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്ത് ഇത്രയും വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അത് കേന്ദ്രമന്ത്രിമാർ പറയട്ടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളവർ. കേന്ദ്രമന്ത്രിമാരിൽ പോകുന്നില്ല, സുരേഷ് ഗോപി പറയട്ടെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്രയും നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളവർ പറയട്ടെ. കാരണം അദ്ദേഹം എവിടെ എന്ത് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാലും ഓടിച്ചെന്ന്, കാപട്യമാണെങ്കിലും ഓടിച്ചെന്ന് ഇടപെടുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഉച്ചഭക്ഷണം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. കേന്ദ്രമന്ത്രിമാർ മറുപടി പറയട്ടെ എന്ന് ഞാൻ സൂചിപ്പിച്ചതിന് കാരണം വെച്ചാൽ ഉച്ചഭക്ഷണത്തിനുള്ള 1500 കോടി രൂപയിൽ ഉച്ചഭക്ഷണത്തിൻ്റെ കാശ് മുടങ്ങിയിരിക്കുന്നു. അതുങ്ങൾ ഉൾപ്പെട്ടാണ് 1500 കോടി രൂപ. അപ്പോൾ അങ്ങനെ 1500 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ഉച്ചഭക്ഷണ പദ്ധതിക്ക് അടക്കം തരാനുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് പോലും മിണ്ടാത്ത കേന്ദ്രമന്ത്രിയാണ് ഈ സുരേഷ് ഗോപി. മറ്റേ അദ്ദേഹത്തിനെ പറ്റി എനിക്ക് അത്ര പരിചയം ഇല്ല, ഞാൻ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയട്ടെ ഇത് എങ്ങനെ കൊടുക്കും എന്ന്. വലിയ കാര്യങ്ങൾ, വലിയ അഭിപ്രായങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്ന ആളാണല്ലോ. ഇതിലിപ്പോൾ ചില സ്കൂളുകളെങ്കിലും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഫണ്ട് പര്യാപ്തമാവുക എന്നുള്ളൊരു സംശയമാണ്. നിലവിലെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ പര്യാപ്തമായി ഈ സാധനങ്ങളെല്ലാം കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം. ഫണ്ട് കൂട്ടിയിട്ടുണ്ട്, ഫണ്ട് 800 രൂപ വെച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ. എന്ന് മാത്രമല്ല, കേരളത്തിൽ ഉച്ചഭക്ഷണ പദ്ധതി തുടങ്ങിയതിന് ശേഷം LDF ആയിരുന്നാലും UDF ആയിരുന്നാലും ഇതുവരെ മുടങ്ങിയിട്ടില്ല, ഇനി മുടങ്ങാനും പോകുന്നില്ല. മുടങ്ങണമെങ്കിലും ബോധപൂർവം ആരെങ്കിലും ശ്രമിച്ചാലേ നടക്കുകയുള്ളൂ. അതങ്ങനെ ശ്രമം നടക്കാൻ സാധ്യത ഇല്ല. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞങ്ങൾ മന്ത്രി നേരിട്ട് ഇടപെട്ട് പരിഹരിക്കും. അതോടൊപ്പം ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ മന്ത്രിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടോ? അതെങ്ങനെയാണ് ആ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം? കഴിഞ്ഞ 4 വർഷക്കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു അഭിപ്രായം പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യണം. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് ശ്രദ്ധപ്പെടുത്തണം. എൻ്റെ അഭിപ്രായം 4 വർഷത്തിനിടയിലുണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അതിൽ ഒരു ആയിരക്കണക്കിന് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിലും അല്ലാതെയും ടെലിഫോൺ മുഖാന്തരം വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരുടെ അഭിപ്രായത്തിന് അതിൻ്റേതായ വിലയുണ്ട്. അതുകൊണ്ടാണ് ഏകപക്ഷീയമായിട്ടൊരു തീരുമാനം എടുക്കാത്തത്. ഒരു പോയിൻ്റെങ്കിലും മുന്നിൽ നിൽക്കുന്നത് ആണ് കുട്ടികൾക്ക് ഗുണകരമായ ആ അഭിപ്രായത്തിനോട് നമ്മൾ പിന്തുണയ്ക്കുക എന്നുള്ള നിലപാടാണുള്ളത്. അതിൻ്റെ ഒന്നും ആയിട്ടില്ല, ഒരു ചർച്ച ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വിഷയം. കാരണം 47 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്നതാണ്. അവരെ പ്രത്യക്ഷമായും പരോക്ഷമായും അവരുടെ ബന്ധുക്കൾ, സ്വന്തക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുമായും ചർച്ച നടത്തിയിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. എടുക്കുന്ന തീരുമാനം കേരളത്തിനും കുട്ടികൾക്കും അക്കാഡമിക് മേഖലയിലും ഗുണപ്രദമായിരിക്കണം. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നേരത്തെയുള്ള ഒരു സാഹചര്യമല്ല നിലവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ളത്. സമൂലമായ സർവ്വതല സ്പർശിയായ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ 2 ഉദാഹരണങ്ങളാണ്. ഒന്ന്, സ്കൂളിലെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു നൂതന ആശയം മന്ത്രി മുന്നോട്ട് വെക്കുന്നു. മറ്റൊന്ന്, സ്കൂളിലെ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് വളരെ സമൂലമായ അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ സമൂലമായൊരു മാറ്റം ഈ ഉച്ചഭക്ഷണ പദ്ധതിയിലും വരുന്നു. അതിന് ഇന്നു മുതൽ സ്കൂളുകളിൽ തുടക്കമാവുകയാണ് എന്നുള്ളതാണ്. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്.